ഹായ്. എനിക്ക് നമ്മുടെ സാധാരണ യൂട്യൂബിൽ കാണാറുള്ള ആൾക്കാരെ പോലെ ഭയങ്കര ഡ്രാമാറ്റിക്കലി ഒന്നും വീഡിയോസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ സാധാരണ ഒരാളാണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോസ് വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. അപ്പോൾ എന്നെപ്പോലെ ഡിപ്രഷൻ്റെ ഞാനൊരു സ്റ്റേജ് മുതൽ ഇപ്പോഴും ഡിപ്രഷനിൽ നിന്ന് അധികം താഴെ ഇറങ്ങാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡിപ്രഷൻ എങ്ങനെയൊക്കെയാണ് എന്നെ ബാധിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെപ്പോലെ ഇത് ഡിപ്രഷനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണതാണ്. അതായത് ഞാനൊരു കുറച്ച് കാലം എന്നല്ല, ഒരു 4-5 വർഷം മുന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാ മീഡിയാസിൻ്റെയും ഒരു ഇൻഫ്ലുവൻസും ഉണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്താണ് ഡിപ്രഷൻ എന്നും അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ടൈമിൽ ഇത്രയും ഒന്നും പോപ്പുലർ അല്ല ഈ ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഡിപ്രഷൻ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടം നമ്മളെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, നമുക്ക് പിന്നെ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും ആരും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന സിറ്റുവേഷനിലാണ്, നമുക്കൊരു വാല്യൂ ഇല്ലാതായി പോകുന്ന സമയത്താണ് നമ്മൾ പലരും ഡിപ്രഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലൊരു സ്റ്റേജിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫീൽ ചെയ്യണം ഞാൻ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ സിംറ്റംസ് എന്ന് പറയാം. അത് ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഫുൾ ടൈം ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് റീസൺ, നീ ഇങ്ങനെ ചുമ്മാ വിഷമിച്ചിരിക്കണം എന്താണെന്ന് പറയുന്നത്, നമുക്ക് അവരുടെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, ആ ഒരു രീതിക്ക് നമുക്കൊരു സങ്കടം വരിക. ഫുൾ ടൈം ഡേ ബൈ ഡേ നമ്മളിങ്ങനെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണലി നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം നമുക്ക് സങ്കടമായിരിക്കും. ചുമ്മാ ഇരുന്ന് കരയുക. പിന്നെ നമ്മൾ അതുവരെ നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞാനൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് പെട്ടെന്ന് പാട്ടിനോടുള്ള താല്പര്യമേ പോയി കേൾക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് പോയി മാറിയിരിക്കുക. ആ ടൈമിൽ ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ് അതുവരെ എന്തായിരുന്നു അത് തന്നെയാണ് ആ സ്റ്റേജിലും. പക്ഷേ നമുക്ക് തോന്നും നമ്മൾ മാത്രമാണ് ഇത്രയും പൊട്ടായിട്ട് ജീവിക്കണം, നമുക്ക് മാത്രമാണ് ഇത്രയും ദുഃഖം, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ, ബാക്കി എല്ലാവരും അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, അവർക്കെല്ലാം ഓക്കെയാണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ മാത്രം ഇങ്ങനെ ആക്കി എന്നോർത്തിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൂടുതൽ നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണവും മടിയൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ നമ്മളെ ജോലിയിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരുന്ന ഒരാളായിരിക്കും. പക്ഷേ പയ്യെ അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എല്ലാം എന്തോ ആവട്ടെ എന്നുള്ളൊരു മൈൻഡിൽ എല്ലാം അങ്ങ് വിട്ട് കളയുന്ന ഒരു സ്റ്റേജിലോട്ടെത്തും. ഇപ്പോൾ ബെഡൊക്കെ നല്ല നീറ്റായിട്ട് വിരിച്ചിരുന്ന ഒരാളാണ് എങ്കിൽ പിന്നെ അത് വിരിക്കാൻ തന്നെ മെനക്കെടാത്ത ഒരു സ്റ്റേജിലോട്ട് അവർ പോകും. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യമുണ്ട്. എന്തിനും ഏതിനും ദേഷ്യം. എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് കേട്ടെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയില്ലായിരിക്കും. എന്തിനും ഏതിനും ദേഷ്യമായിരിക്കും. പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ലോസ് കണക്ക് ഫീൽ ചെയ്യും. അത് സെൽഫായിട്ട് അവർക്ക് തോന്നും, അല്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ എനിക്ക് മറവി ഉണ്ടെന്ന് തോന്നുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ആബ്സെൻറ്റ് മൈൻഡിലാണ് കേൾക്കുന്നത്, നമ്മളത് ശ്രദ്ധയോട് കൂടി അല്ല കേൾക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഒരാൾ നമ്മളുടെ അടുത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയിട്ട് എന്തിനാണ് വന്നത്, അത് നോർമൽ അവസ്ഥയിലും എല്ലാവർക്കും ഉണ്ടാവും, അതിൻ്റെ കുറച്ചുകൂടെ ഒരു പ്രോ സെക്ഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ നമ്മളടുത്ത് ഇപ്പോൾ ഒരാൾ പറയുവാണ്, ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ എന്തേ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളെ ഓർമ്മയിൽ നമ്മളടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും കേട്ടിട്ടില്ല, ഈ ഒരു അവസ്ഥയായിരിക്കും. ഇത് ഡിപ്രഷൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അത് തന്നെയാണ് മെയിൻ റീസൺ. കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അത് ഡിപ്രഷൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങൾക്ക് മെമ്മറി ലോസ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക്
പ്രായമായതുകൊണ്ട് മറയും എന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട. അത് ഈ ഡിപ്രഷൻ്റെ ഒരു പാർട്ടാണത്, അത് ഉള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മെൻ്റൽ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മെമ്മറീസൊക്കെ തിരിച്ചു വരും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യും. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലായിരിക്കും ചെയ്യുക. നമ്മളിങ്ങനെ നമ്മൾ ഫുൾ ടൈം കരയാല്ലേ ദേഷ്യപ്പെടാം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കും, നിനക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്, നിനക്ക് നീ ചുമ്മാ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് വെറുതെ ഇരിക്കണോണ്ട് തോന്നുകയാണ്, കുറേ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ബിസിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മാറും. പിന്നെ ചിലർ പറയുന്നത് നിനക്ക് അടിയുടെ കുറവാണ്, അല്ലെങ്കിൽ ചിലർ പറയുന്നത് നിനക്ക് വട്ടാണ്, ഇങ്ങനെ പല പല തരത്തിൽ പറയും. നമ്മൾ ഓൾറെഡി നന്നായിട്ട് നമ്മളിങ്ങനെ ഡൗൺ ആയ ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിൽ കൂടെ പോണ ഒരാളോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും അവരിങ്ങനെ പറയുമ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടെ ഡൗൺ ആവും, നമ്മളെ കോൺഫിഡൻസ് കുറേ കൂടെ പോവും. അപ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ആവും, ഇനി നമുക്ക് ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടോ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ശരിയായിരിക്കും അവർ പറയണത് ശരിയായിരിക്കും, നമുക്ക് വല്ല മാനസിക രോഗം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതാണ് ഈ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടണ ഏറ്റവും വലിയ ബാഡായിട്ടുള്ളൊരു എന്താണ് അവസ്ഥ. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ടൈമിൽ തന്നെ അവർ ഇങ്ങോട്ട് പറയണ എന്തായിരിക്കും, നിനക്ക് ഇതൊക്കെ കൊണ്ടായിരിക്കും, നിനക്ക് ചുമ്മാ ഇരിക്കണോണ്ട് തോന്നണായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അവരുടെ അടുത്ത് യാതൊരു കാര്യവും ഷെയർ ചെയ്യാൻ തോന്നത്തില്ല. അതെ, നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഫീലിങ്സ് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവരോട് നമ്മൾ ഇനി ഇത് എന്ത് ഷെയർ ചെയ്യാനാണെന്ന് വെച്ചിട്ട് ഡിപ്രഷനിലുള്ള ഒരാൾ തന്നിലേക്ക് തന്നെ ചുരുങ്ങും. എല്ലാം സ്വന്തം, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്, അപ്പോൾ എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാനിത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇനി അവരെ അവരെ വേർഡ്സ് ഒന്നും കേട്ട് കൂടുതൽ വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചുറ്റുമുള്ള ആരോടും ഒന്നും പറയാതെ ഒതുങ്ങിപ്പോവും. അതാണ് ഇതിൽ അടുത്തൊരു കണ്ടീഷൻ. ഇങ്ങനെ ഒതുങ്ങിപ്പോണ ആൾക്കാരാണ് കുറേ കാലങ്ങൾക്ക് അത് ഇങ്ങനെ ആ ഒറ്റപ്പെടലിരുന്ന് അവർ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അവർക്ക് ഇങ്ങനെ കുറ്റബോധം തോന്നും. അവരുടെ ലൈഫിൽ പണ്ടെപ്പോഴെങ്കിലും ചെയ്ത എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ചെറിയ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും അവർക്ക് തോന്നും അവരെന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത്. പിന്നെ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണത്, ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആർക്കും ഒരു ഉപകാരമില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കണത് എന്നുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കാണ് ആൾക്കാർ സൂയിസൈഡിലോട്ട് പോണത്. എന്തിനാ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടില്ലേ ന്യൂസിലാണെങ്കിലും, അല്ലെങ്കിൽ പല ആത്മഹത്യകളും മുന്നിൽ അതിൻ്റെ അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അയ്യോ ഇന്നലെ രാത്രി വരെ എൻ്റെ അടുത്ത് ഭയങ്കര ഇതിൽ സംസാരിച്ചതാണ്, അപ്പോഴൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇത് പിന്നെന്താണ് ഇന്ന് രാവിലെ കൂടെ ഞാൻ കണ്ട ആളാണ്, പക്ഷെ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, പിന്നെന്താണെന്ന് ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് അറിയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളടുത്ത് പറയാൻ അത് കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർ നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അവരെ മാനസികാവസ്ഥ മനസ്സിലാവാത്ത ഒരാളടുത്ത് അവരത് ഷെയർ ചെയ്തില്ല. അതിനുശേഷം അവർക്ക് മെൻ്റൽ പ്രഷർ താങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവരെ മൈൻഡിൽ കിടന്നത് വലുതായി ഒറ്റയ്ക്ക് ഇരുന്നാണ് ചിന്തിക്കുന്നത്. പറഞ്ഞ് അയ്യോ ഇത് നിസ്സാര കാര്യമുണ്ടോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സമയത്ത് ആഗ്രഹിക്കുന്ന പാമ്പറിങ് ആണ്. അത് പറഞ്ഞില്ല, അവരെ മനസ്സിൽ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല, ആശ്വസിപ്പിക്കാൻ ഒരാളും ഇല്ലാതെ വരുന്ന സമയത്ത് അവരത് അവരെ മനസ്സിലിട്ട് കൂടുതൽ വേഴ്സായിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് അവർ പോവുകയും അതിനുശേഷം അവർ ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡ് എന്നുള്ള ഒരു പോയിന്റിലിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡിപ്രഷൻ മനസ്സിലാക്കിയെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ലൈഫിലൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ പേരൻസോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ല, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആരും നിന്നില്ല. അപ്പം ഈ ചുറ്റുമുള്ള നമ്മളെ സമൂഹമാണെങ്കിലും നമ്മളെ പേരൻസ് ആണെങ്കിലും ഈവൻ ഫ്രണ്ട്സൊക്കെ എനിക്ക് പൊതുവെ കുറവാണ്. അപ്പം എന്നാലും ആ ഫ്രണ്ട്സ് സർക്കിളാണെങ്കിലും ഒന്ന് രണ്ട് പേരൊഴുകി ബാക്കി എല്ലാവരും നമ്മളെ കൂടെ നിന്നിട്ട് മാറി നിന്ന് നമ്മളെ കുറ്റം പറയുന്ന സിറ്റുവേഷൻ, അതല്ലെങ്കിൽ നമ്മളാണ് ഫുൾ, അതായത് നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ആൾക്കാർ തന്നെ നമ്മളാണ് മോശമെന്ന് പറയുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുക. ആ ഒരു സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ
നമ്മൾ അവർക്കൊരു ബാധ്യതയാണെന്ന് നമ്മൾ അടുത്ത് പറയാതെ പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കിടക്കുന്നത്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയ്ക്ക് പോപ്പുലർ അല്ല. പിന്നെന്താണ്, നമുക്കറിയില്ല, എനിക്കറിയില്ലായിരുന്നു ഇത് ഡിപ്രഷൻ ആണെന്നോ അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അത് മാത്രമല്ല, അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഈ ഡിപ്രഷൻ ഉള്ളതൊരു കോമൺ ഫാക്ടറായിട്ട് മാറണം. അപ്പോൾ ഒരു 6-7 വർഷം മുന്നേ ഒന്നും ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എനിക്കറിയാം, എനിക്കൊരു സങ്കടം, ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നിനോടും താല്പര്യമില്ലാത്തത്, എനിക്ക് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി എന്ന് തോന്നുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ടൈമിൽ നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നാളെ പുറത്ത് വരുമെന്നോ അപ്പോൾ അതിനുശേഷം എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്നോ ആ സെക്കൻഡിൽ നമ്മളെ മൈൻഡിൽ വരത്തില്ല. അതെല്ലാവർക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പലരും സൂയിസൈഡ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ലൈഫ് അവിടെ കഴിഞ്ഞു, ഇനി നമുക്കൊരു ലൈഫില്ല, ഇതോടുകൂടി എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരിക, പിന്നെ ആൾക്കാരെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് റൂമിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങുക. അങ്ങനെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കിഷ്ടമുള്ളൊരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ പോയി. എന്നിട്ട് ഞാനത് പഠിച്ചു. അപ്പോൾ എനിക്ക് ബേസിക്കലി എനിക്ക് ആൾക്കാരെ ഒരുങ്ങാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ആ സമയത്ത് പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് കൊറോണയൊക്കെ വന്ന് ഞാൻ വീട്ടിലിരിപ്പായി. എന്നിട്ടപ്പോൾ എല്ലാവരെയും പോലെ ഞാനും കേക്കിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കേക്കൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കുറേ എൻഗേജ്ഡ് ആവാൻ ശ്രമിച്ചു. അല്ലാതെ നമ്മളെ കൂടെയുള്ള ആരും വന്നിട്ട് നീ വിഷമിച്ചിരിക്കുകയല്ലേ, ഇപ്പം നിന്നെ ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആരുമില്ല. പക്ഷെ ഒരു 1-2 പേര് ആ സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിട്ട്. അല്ലെങ്കിൽ നീ കരയണ്ട, ഇതൊക്കെ മാറും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു തവണ നമുക്കൊരു ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രോമ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീണ്ടും ഡിപ്രഷനിലോട്ട് പോകും. ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, ലൈഫൊക്കെ ഒന്ന് കുറേ കൂടെ ബെറ്ററായി പോയി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പാർലറൊക്കെ ഇട്ടു. അതിനുശേഷം ശനി, തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വർക്കിന് പോവുക. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച എൻ്റെ അനിയുണ്ട്, അവനും മോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോവുക. അങ്ങനെ മാക്സിമം സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ലൈഫിൽ അപ്പോൾ എനിക്ക് തോന്നി, ആ ഒരു സമയത്ത് ഞാൻ അവിടെ വെച്ച് എൻ്റെ ലൈഫ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ സന്തോഷം കിട്ടത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മൂമെൻറ്റ് എനിക്ക് ലൈഫിൽ നിന്ന് മിസ്സായി പോയതിനെന്ന് തോന്നി. ഇതുപോലെയായിരിക്കും നമുക്ക് പലർക്കും, നമ്മൾ പല വിഷമങ്ങൾ വരുന്ന സമയത്തിൽ നമ്മുടെ ലൈഫിൻ്റെ എൻഡിങ് പോയിന്റ് അതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു സമയം വരും. പക്ഷെ അതുവരെ നമ്മൾ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് ടാസ്ക്. അത് കഴിഞ്ഞു. ഈ സെക്കൻഡ് ബേബി ആയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫസ്റ്റ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും നമ്മളെ ചുറ്റും കാണും, നമ്മളെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും. കുഞ്ഞിനെ നോക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാൻ വയ്ക്കും. പക്ഷേ ഈ എല്ലാ അമ്മമാർക്കും സെക്കൻഡ് ബേബി ആകുമ്പോൾ ഓൾറെഡി എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും വിചാരിക്കണത് ഓൾറെഡി ഉള്ളൊരു കൊച്ചിനെ വളർത്തി ശീലിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അത്ര വലിയ ഇതൊന്നും എടുക്കണ്ട. പിന്നെ അവർക്കും അവരുടേതായ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥയായി. എൻ്റെ ഷോപ്പ് എനിക്ക് തൽക്കാലം വേറൊരാളെ ഏൽപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ ഷോപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സക്സസ്ഫുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ മാറി നിൽക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റേതായ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഇൻകം ഞാൻ നഷ്ടപ്പെടുകയും ഞാൻ വീടിനകത്ത് ഫുൾ ടൈം അടച്ചിരിക്കേണ്ടിയും വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും ഡിപ്രഷൻ വന്നു. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് അതായത് ഞാനിപ്പോൾ എന്തിനാണ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത് എന്ന് വരെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയത്. അപ്പോൾ എനിക്ക് ഉറക്കമില്ല,
അപ്പോൾ പ്രഗ്നൻസി ടൈമിലും ത്രൂ ഔട്ട് ഉറക്കമില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉറങ്ങാതിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ പണിയും കൂടെ നടക്കുന്നുണ്ട്. ഫിനാൻഷ്യലിയും കുറച്ച് ടൈറ്റായി. അപ്പോൾ ഫിനാൻഷ്യലി കുറേ കൂടി ടൈറ്റ് ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡൗൺ ആവാൻ തുടങ്ങി. നന്നായിട്ട് ഡൗൺ ആയിട്ട് ഓരോ ദിവസം കഴിയുന്തോറും കണ്ടീഷൻ മാറി 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 ഭയങ്കരമായിട്ട് ഫുൾ ടൈം ഇരുന്ന് കരയുക, മൂത്ത കുട്ടിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അതെ, ചെറിയ കുട്ടിയോട് എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ, അതെന്തോ എനിക്ക് അങ്ങനെയൊക്കെ എന്ന് തോന്നും. അതായത് നമ്മളെ മനസ്സിലിങ്ങനെ ഈ മൊമെന്റ് തോന്നണമായിരിക്കില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നണം. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ നല്ല നോർമലായിട്ട് അല്ലെങ്കിൽ ഓക്കെ ആയിട്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും. പിന്നെ ചെയ്യണ കാര്യങ്ങളൊന്നും എന്താ ഒരു അടുക്കും ചിട്ടയില്ലാതെ ഉള്ള ഒരു ലൈഫിലോട്ട് നമ്മൾ പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റണില്ല, ഞാൻ ഓക്കെ അല്ല, എന്തോന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ ബിസി ആയതുകൊണ്ടും എന്തോന്നാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആൾ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് പറഞ്ഞത്, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും കൂടുതൽ ഇങ്ങനെ ഒറ്റയ്ക്കായിപ്പോയി. അത് കഴിഞ്ഞ് ശരിയാണ് പറഞ്ഞത് പാർലറിൽ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഷോപ്പിലൊക്കെ നീ തിരിച്ചു പോകുമ്പോൾ നീ ഓക്കെ ആവും, ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കണോണ്ടാണ്. ആ ഒരു സമയത്ത് ആ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പണിയൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ആ വീട്ടിൽ ചെയ്യണ ഒരു വർക്ക് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ജോലിക്ക് ആൾ വന്നിട്ടുണ്ട്, ഇത്ര പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് അവിടെ ചെയ്തതെന്നൊക്കെ പറയും. ഓക്കെ ശരി, പക്ഷെ എനിക്കത് എഴുതി വെക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പിന്നീട് ഹസ്ബൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അതിന് ആൻസർ ചെയ്യാൻ അറിയത്തില്ല. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കാമെന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജായിരുന്നു. എന്നിട്ട് അവസാനമായപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഈ ദേഷ്യം എൻ്റെ കുട്ടികളെ ബാധിക്കാൻ തുടങ്ങി, അത് എൻ്റെ മൂത്ത കുഞ്ഞിനെ ബാധിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതത്ര നല്ല പോക്കല്ല. അങ്ങനെ ഞാൻ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ആർക്കും മനസ്സിലാവണമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെയാണ് എല്ലായിടത്തും പറയാനുള്ളത്. അതായത് നിങ്ങളെ പ്രശ്നം മറ്റുള്ളവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഞാൻ അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ചെയ്തത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് എന്തായാലും എനിക്ക് ഈ കണ്ടീഷനിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അതായത് നമ്മളിപ്പോൾ പറയൂലേ നെഞ്ച് കിടന്ന എന്താ പറയുക, നെഞ്ചിലൊരു കനൽ പോലെ, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അവന് ഒരു വേവ് പോലെ എന്നൊക്കെ പറയും. അതായിരുന്നു എൻ്റെ അവസ്ഥ. അതായത് ഫുൾ ടൈം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കനലെടുത്ത് വെച്ച് കണക്ക് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇതിൽ നിന്നൊന്നും ഓക്കെ ആയാൽ മതി, പക്ഷെ എനിക്ക് ഓക്കെ ആവാൻ ഒരു വഴിയില്ല. എങ്ങനെയാണ് ഞാൻ ഓക്കെ ആവുക? ഇപ്പം നമുക്ക് ഉള്ളിലൊരു കത്തിലാണെങ്കിൽ വെള്ളം എടുത്ത് കുടിച്ച് അടയ്ക്കാൻ നിൽക്കുക, ഇതെന്താ ചെയ്യുക? അപ്പോൾ അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിന് എന്തായാലും ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എൻ്റെ കൊച്ചിനെയും കുടുംബത്തെയൊക്കെ ഇത് ബാധിക്കും എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ തന്നെ ഒരു ഡോക്ടറെ പോയി കാണാമെന്ന് തീരുമാനിക്കുകയും എന്നിട്ട് ലാസ്റ്റ് ആര് കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയപ്പോൾ എൻ്റെ സിസ്റ്ററും ഞാനും കൂടെ ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഫസ്റ്റ് ഒരു ഡോക്ടറെ കണ്ടു. എന്നിട്ട് ആ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഡോക്ടർ ഒരു മെയിലായിരുന്നു. അപ്പോൾ ഒരു ഫീമെയിൽ ഡോക്ടറെ അടുത്തോട്ട് എന്നെ മാറ്റിയിട്ട് ആ ഡോക്ടറെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, പലപ്പോഴായിട്ട് ചെറുതിലായിരിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ കുറേ ട്രോമാസ് എന്നെ ഇതിലോട്ട് നയിക്കുകയാണ് ചെയ്തത്. അതായത് ഒരൊറ്റ റീസൺ കൊണ്ടല്ല എനിക്ക് ഇത്രയും വലിയ ഡിപ്രഷനിലോട്ട് ഞാൻ പോയത്. അതായത് പലപ്പോഴായിട്ട് എൻ്റെ ലൈഫിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതായത് പലപ്പോഴായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ എല്ലാം കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ ശേഖരിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം ഞാൻ അതിൻ്റെ ഒരു പീക്കിലോട്ട് എത്തിയതാണ്. അപ്പോൾ ഞാൻ ഫീഡിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്നിട്ട് എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് നോർമലി ഫീഡിങ് ടൈമിൽ ഇങ്ങനത്തെ മെഡിസിൻ എടുക്കാൻ പാടില്ല, കുഞ്ഞിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ഓക്കെ ആക്കാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മോശം അവസ്ഥയിലേക്ക് രാഗി പോവില്ലായിരുന്നു എന്നവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരെനിക്ക് മെഡിസിൻ തന്നു. അതായത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫീഡിങ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഡോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഡിസിൻ തരാൻ പറ്റത്തില്ല. പക്ഷേ മെഡിസിൻ എടുക്കാതിരുന്നത് ശരിയാവത്തുമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മെഡിസിൻ തൽക്കാലം നമുക്ക് ഡോസ് കുറച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് രാഗി ഒരു 6 മാസം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്നും കൂടെ കാണണം. ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് വേണോ അല്ലെങ്കിൽ എന്താണോ ഓക്കെ ആണോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. പിറ്റേന്ന് മുതൽ ഞാൻ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ നെഞ്ചിലകത്തുള്ള ആ കനം അല്ലെങ്കിൽ ഒരു കനൽ പോലത്തെ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് അങ്ങ് മാറി. ഞാൻ കുറച്ചുകൂടെ കാമായി. എനിക്ക് പറയണത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവുന്ന രീതിക്ക് ഞാൻ കാമായി. മെല്ലെ മെല്ലെ ഞാൻ അപ്പം നമ്മൾ ഈ മെഡിസിനൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ കൂടെ ഉള്ള ആൾക്കാർക്കൊന്നും അതത്ര വലിയ നല്ല കാര്യമായിട്ടൊന്നും തോന്നൂല. ഇനിയിപ്പോൾ ലൈഫ് ലോങ് നീ ഈ ടാബ്ലറ്റൊക്കെ എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വരും. പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവില്ല ഗൈസ്, ആർക്കും മനസ്സിലാവില്ല, നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, എന്നിട്ട് ഞാൻ ആ മെഡിസിൻ കഴിച്ചു. അത് കഴിഞ്ഞു പിന്നെ ഞാൻ ബാക്ക് ടു എൻ്റെ വർക്കിലേക്ക് പോയി. എൻ്റെ പാർലർ അല്ലെങ്കിൽ എൻ്റെ ഷോപ്പ്, അങ്ങനെ ഞാൻ എൻ്റെ ബാക്ക് ടു മൈ വർക്ക്. ആ ഒരു സമയത്ത് ഞാൻ ആൾക്കാരെയൊക്കെ ആയിട്ട് കണ്ടു, അല്ലെങ്കിൽ ചേച്ചിമാരെയും അനിതിമാരെയൊക്കെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പഴയതുപോലെ എൻഗേജ്ഡ് ആയ സമയത്താണ് ഞാനായിട്ട് വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയത്. പിന്നെ അതേ ഞാൻ പറഞ്ഞു, ഒരിക്കലും നമുക്ക് എന്തോന്നാണ് ഒരു ഡിപ്രഷനിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിപ്രഷനിലോട്ട് പലപ്പോഴായിട്ട് പോകും. എന്നിട്ട് ഞാൻ അതോടുകൂടി മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് തിരിച്ചു വന്ന സമയത്ത് ആ വീട്ടിൽ ഞാനും കുട്ടികൾ മാത്രമായി. അപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടൽ വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി ഡിപ്രഷൻ നിൽക്കും. കാരണം നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ സങ്കടം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യണ ആൾക്ക് മനസ്സിലാവാതെ വരിക, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മളെ ലൈഫ് പോകുമ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷൻ വരുന്നത്. അതാരെയും കുറ്റം കൊണ്ടല്ല, എന്തുകൊണ്ടോ അതൊരു ഏറ്റവും മോശം കണ്ടീഷനാണ്. ഇപ്പം നമുക്കൊരു കൈക്ക് വേദന വരും കണക്ക്, അല്ലെങ്കിൽ നമുക്കൊരു തലവേദന വരും കണക്ക്, അത്രയും തീവ്രമായിട്ടുള്ള പെയിൻ തന്നെയാണ് മനസ്സിൻ്റെത്. നമുക്ക് കൈക്ക് വേദനയാണ് എങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മളെ മനസ്സാണ് ഓക്കെ അല്ലാത്തത്, അല്ലെങ്കിൽ മനസ്സിനാണ് പെയിനെങ്കിൽ, മനസ്സിനാണ് സുഖമില്ലാത്തതെങ്കിൽ നമ്മളെ ഫുൾ ബോഡി ആൻഡ് നമ്മളെ ഫുൾ ലൈഫ് പ്രശ്നത്തിലോട്ട് പോകും. അതുകൊണ്ട് നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ ഹെൽപ്പ് എടുക്കുക. അതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതിൽ ഒരു കാര്യമില്ല. ഇവരാരും അല്ലല്ലോ നിങ്ങൾക്ക് ചിലവിന് തരുന്നത്, അല്ലെങ്കിൽ ഇവരാരും അല്ലല്ലോ നിങ്ങളെ വിഷമങ്ങളൊക്കെ ആയിട്ട് സോൾവ് ചെയ്യുക. അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണല്ലോ നിങ്ങളെന്താ ഡോക്ടറെ കാണുക. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണുക. അവർ നിങ്ങളെ പ്രശ്നങ്ങൾ നന്നായിട്ട് കേൾക്കും. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അവർ നിങ്ങളെ പ്രശ്നങ്ങൾ ഫുള്ള് കേൾക്കും. എന്നിട്ട് അവർ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. ആ ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ചില ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് സ്റ്റേജൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് കൗൺസിലിംഗ് ഒക്കെ മതിയായിരിക്കും. പിന്നെ പോലെ സിവിയർ സ്റ്റേജിലോട്ടൊന്നും എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡോക്ടറെ കാണുക. ഇപ്പോൾ കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക. അതല്ല മെഡിസിനാണ് എടുക്കുകയുണ്ടെങ്കിൽ ആ പറയുന്ന ടൈമിൽ മെഡിസിൻ എടുക്കുക. എന്നിട്ട് നിങ്ങളേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് നമ്മളിങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി നിൽക്കണം പല സന്ദർഭങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് എണീച്ച് വരാൻ ശ്രമിക്കുക. പിന്നെന്താ, ഇപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറി വരാൻ സമയമെടുക്കും. പക്ഷെ അതുവരെയുള്ള ആ ഒരു സമയത്ത് മനുഷ്യനുണ്ടാവുന്ന ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ. അപ്പം ഇതെല്ലാം മാറി നല്ലൊരു ദിവസം വരും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക.
നിങ്ങൾക്ക് ഇഷ്ടം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പാട്ട് കേൾക്കുക, വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ വായിക്കുക, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അതിന് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഒരാൾ വന്നാലേ പോകുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കാര്യം നടക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുക, അപ്പോൾ ബാക്കി എല്ലാം നിങ്ങളെ കൂടെ വരും. അപ്പം സെക്സ്. താങ്ക് യു.